ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? ഇപ്പോൾ വീഡിയോ ഇടലൊക്കെ കുറവാണ്. അപ്പോൾ ഇട്ട വീഡിയോ ഒക്കെ എല്ലാവരും കാണാൻ ശ്രമിച്ച. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ചെറിയ സൽക്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് പുഡിങ്ങും പിന്നെ എന്താണ് ഫ്രൂട്ട് സാലഡ് അതും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടോ കാണിച്ചു തന്നെ. പിന്നെ ഞാൻ മന്തിയും പിന്നെ ചിക്കൻ കൊണ്ട് മന്തി വെച്ചു. അതേപോലെ ബീഫ് കൊണ്ട് ബിരിയാണിയും വെച്ചു കേട്ടോ. അപ്പം ഇത് ഞങ്ങൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയാണ്. ഇത് സാദാ മത്തനാട്ടോ. ഈ മത്തനോട് ജ്യൂസ് അടിച്ച് നമുക്ക് വിരുന്നുകാർക്ക് വരുമ്പോൾ കൊടുക്കാറുണ്ട്. പച്ച മത്തൻ കേട്ടോ. ഞാനിതുകൊണ്ടൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആങ്ങളുടെ മക്കളെ ഓലൊക്കെ ഓരോരോ വിധം നമ്മളിലേറെ വ്യത്യസ്തമായൊക്കെ ഉണ്ടാക്കണോലായിരിക്കണം ഇപ്പോൾ കെട്ടിച്ച് നോക്കുമ്പോൾ കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ക്യാരറ്റ് നല്ലോണം വേവിച്ചിട്ട് അത് അരിച്ച് പാല് അടുപ്പത്ത് വെച്ചാണ്ട് അതിക്ക് ഒഴിച്ചു കൊടുത്തിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കുറുക്കി എടുക്കണം. അപ്പോൾ ഒന്ന് പാല് നല്ലോണം തിളച്ച് വന്നപ്പോൾ അതിക്ക് ഇത് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് ആട്ടത്. ഇത് രണ്ടടുപ്പത്താക്കി വെച്ചിങ്ങാണ്ട് ഒരേ തിളച്ച് വരുന്നതിൻ്റെ വേവ് ഒരേപോലെ ആയിങ്ങാണ്ടാട്ടെ നമ്മളിത് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ചൈന ഗ്രാസ് ഇങ്ങനെ തിളപ്പിച്ചാൽ പെട്ടെന്ന് ഇത് അലിഞ്ഞ് വരുമല്ലോ. അപ്പോൾ അതും കൂടി അതിക്ക് ഒഴിച്ചു കൊടുത്ത് രാത്രി ഇങ്ങനത്തെ ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെയാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തു. ചൈന ഗ്രാസും മിൽക്ക് മെയ്ഡും പിന്നെ ക്യാരറ്റും പാലും പിന്നെ പഞ്ചസാരയും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അതാ ചൈന ഗ്രാസിനെ നമ്മൾ അതിക്കൊന്ന് അരിച്ചിങ്ങാണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാൻ മറക്കണ്ട കേട്ടോ. അപ്പം അങ്ങനെ ഇതിനെ നല്ലോണം ഒന്ന് വേവിച്ച് ഇളക്കി കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിത് പാകമായി വന്നിക്കണമെങ്കിൽ നമുക്കിത് ഈ പാത്രത്തിലാണ് സെറ്റ് ചെയ്യണത്. ഈ പാത്രം നിറച്ച് അങ്ങോട്ട് ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. സെറ്റ് ചെയ്യാൻ ഇതിൽ പിന്നെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് വേറൊരു പാത്രത്തിലും കൂടി ഒഴിച്ച് വെച്ചിരിക്കണം. അപ്പോൾ വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് ഈ പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണത്. കാരണം അതിങ്ങനെ അതിന് പറ്റുന്ന ഒരു പാത്രം ആയതുകൊണ്ട് നമുക്ക് വീട്ടുകാർക്ക് എടുക്കാനുള്ളത് പിന്നെ ഏത് പാത്രത്തിലും ഒഴിക്കാമല്ലോ. അപ്പം അങ്ങനെ ബാക്കിയുള്ളത് ഒരു കിണ്ണം പോലത്തെ പാത്രത്തിലാണ് കേട്ടോ ഒഴിച്ച് വെച്ചിരുന്നത്. ഇതിനെ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത ഇങ്ങനെ ഉണ്ടാവും. ആ പതനെ നമ്മളിങ്ങനെ സ്പൂണ് വെച്ചോ അതല്ലെങ്കിൽ വല്ല വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിങ്ങാണ് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് എടുത്തുകൊണ്ട് അതിനെ മാറ്റി കളയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് നേരം വെളുത്ത് നോക്കുമ്പോൾ സെറ്റ് ആകുമ്പോൾ അവിടെ ഒരുമാതിരി നിൽക്കും കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. ഇനി അടുത്ത പരിപാടി നമുക്ക് ഇതൊക്കെ രാത്രിയാട്ടോ. ഇതാ 3 ലിറ്ററിൻ്റെ 3 കുപ്പി പാലാട്ടത്. ഇതുകൊണ്ട് തേഞ്ഞിട്ടില്ല. അതിക്ക് ഒരു അരിയും കൂടി ഒഴിച്ചിക്കണം കേട്ടോ. അങ്ങനെ 3.5 ലിറ്റർ പാലും പിന്നെ സ്റ്റാർ പ്ലസ് പറഞ്ഞ ഇതും പാലപ്പം നല്ലോണം പാത്രത്തിലാക്കി ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി വെച്ചു. പിന്നെ നേരം വെളുത്തിട്ട് കണ്ടോ, ഇത് നമ്മൾ നേരം വെളുത്തിട്ട് അടുപ്പ് മൂട്ടണതാണ് കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ കുക്കറിൽ വേവിച്ചിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ ഉള്ളിയൊക്കെ വാട്ടി അങ്ങനെ ഇതാക്കിക്കാണ്. അപ്പോൾ ബിരിയാണി ഇവിടെ പുറത്താണ് വെച്ചിരുന്നത്. മന്തി പിന്നെ തന്നെ വെച്ചു കേട്ടോ. അപ്പം അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് പിന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതേപോലെ അകത്ത് മന്തി ഇതാ മക്കൾ മന്തി വെച്ചിക്കണ്. ഇതാണ് അത് ഇവിടെയും ശരിയായിക്കണം കേട്ടോ. ഇനി നമുക്ക് പുഡിങ്ങിനില്ല പരിപാടി തന്നെ കാണിച്ചു തരാം. പുഡിങ്ങിനല്ല പിന്നെ
ഫ്രൂട്ട് സാലഡ്. അപ്പോൾ ഇതിനുള്ള സംഗതിയൊക്കെ ഇന്നലെ തന്നെ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരം വെളുത്തിട്ടാണ് ഇത് തമ്മിൽ ഒന്നിച്ചാക്കിയിരിക്കണം കേട്ടോ. ഈ പിന്നെ കസ്റ്റാർഡ് പൗഡറും ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് നമ്മളെല്ലാം പാലൊക്കെ കുറുക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തണുത്തതിന് ശേഷമാണ് അപ്പോഴത്തേന് പിന്നെ അതിക്ക് ഇടാല്ലേ അനാറ്, പച്ചമുന്തിരി, ചുമന്ന മുന്തിരി, ചെറീസ്, പഴം, പിന്നെ ആപ്പിള്, പിന്നെ ഇപ്പം എന്തൊക്കെയായിരുന്നു മാങ്ങ, അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇതിൽ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ വേറെ വേറെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് കട്ട് ചെയ്ത് പിന്നെ പാത്രത്തിൽ കൂടി വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയാണ് പിന്നെ ഇതൊക്കെ കൂട്ടി കൊടുക്കണം കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം വെന്ത് സെറ്റാകണ ആ ഒരു സമയത്ത് ഇങ്ങക്കാണ് കേട്ടോ ഇതൊക്കെ പിന്നെ രണ്ടാമതൊക്കെ യോജിപ്പിച്ച് റെഡിയാക്കിയത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുഡിങ്ങിനേക്കാൾ ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. വന്നോലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടോ. അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കഴിക്കാനും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇതൊക്കെ മക്കളെ പരിപാടിയാണ്. മക്കളെന്ന് പറഞ്ഞാൽ ആങ്ങളുടെ മക്കൾ രണ്ടാളെ കല്യാണം കഴിച്ചിരിക്കുന്നു. അപ്പോൾ മൂത്ത ആങ്ങളുടെ ഒന്നിനെയും ഇളയ ആങ്ങളുടെ ഒന്നിനെയും കല്യാണം കഴിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ മൂത്തോളിപ്പോൾ ഏകദേശം കുറച്ച് കാലമൊക്കെ ആയി. വേറെ എത്ര ഇപ്പോൾ 5 കൊല്ലോ അങ്ങാണ്ടൊക്കെ ആയി തോന്നുന്നുണ്ട്. എത്രയായിപ്പോൾ എന്ന് കറക്റ്റ് വെച്ച് ഓർമ്മല്ല. ഏതായാലും 5 കൊല്ലാന്ന് വെച്ച് തോന്നുന്നു. അപ്പോൾ വേറെ തറവാട്ടിൽ ആദ്യമായിട്ട് ചെന്നതല്ലേ. അപ്പോൾ അത്യാവശ്യം എല്ലാ മോഡലുകളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ മറ്റോള് രണ്ടാമത്തെ ആങ്ങളുടെ മൂത്തോക്കും ഇവളെ പോലെയല്ല വേറെ വെറൈറ്റി. അങ്ങനെ രണ്ടാക്കും വേറെ വേറെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ നമുക്ക് വരാൻ നിൽക്കണ ഓൽക്കുള്ളത് ഒരു പാത്രത്തേക്കാണ്. ഇവിടെ ഇവലിങ്ങനെ കൊണ്ടുവന്ന പാത്രങ്ങളേ, ഞങ്ങൾ ഗൾഫിലാണ്. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരും മോഡൽ പാത്രങ്ങൾ. അപ്പോൾ അങ്ങനത്തെ പാത്രത്തിൽ കൂടെ ഇതാക്കി വെച്ചാൽ വേറൊരു ഭംഗിയാട്ടോ. അപ്പം അങ്ങനെ പാത്രത്തിൽ കൂടെ കൊഴിച്ച് വെച്ചു. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.